ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂരുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കവിത അനാദിഭാഗ്യം അഥവാ ഗുരുദേവതാ സ്മരണം. മുക്തൻ്റെ നെഞ്ചിൽ പുളകം വളർത്തി ശ്രീരാമകൃഷ്ണാഘ്രിതലത്തിൽ നിന്നും പൊന്തിടുമേതോ തുളസീ സുഗന്ധം ഘ്രാണിച്ചു ഞാൻ നിർവൃതനായിടട്ടെ. സ്മിതാംശുവാം പൊൻകസവിൽ പൊതിഞ്ഞു പൂമർദ്ധരത്നങ്ങൾ നിറച്ചുഗൂഢം അനാരതം വായുഗൃഹേ കിലുങ്ങും അനാദിഭാഗ്യത്തിനു കൈ തൊഴുന്നേൻ. ശ്രുതിക്കു കേൾക്കാത്ത തളക്കിലുക്കം പശുക്കിടാവിൻ ശ്രുതിയിൽ പരത്തി ബൃഹദ്വനത്തിൽ കളിയാടിടുന്ന മഹാചമൽക്കാരപദം സഹായം. അൻപാർന്നിടും പുഞ്ചിരിയായിടുന്ന പൈമ്പാലിലാറാടിയലിഞ്ഞതായി അമ്പാടിയിൽ കാൺമൊരു നീലകാന്തി കാമ്പാണെനിക്കാശ്രയമേതു നാളും. ഏതൊന്നു കാമിച്ചൊരു വംശിയായി രുദ്രൻ ജനിച്ചു യമുനാതടത്തിൽ. ഏതൊന്നു നക്കിശുകയോഗി തുപ്പി കൈവല്യമച്ചുംബനമാശ്രയം മേ. ചർമ്മേന്ദ്രിയത്തിനറിയാത്തതായും പ്രേമേന്ദ്രിയം കൊണ്ടു നുകർന്നതായും ശ്രീരാധതൻ ത്വക്കലീക്ഷതായുമേതോ സമാലിംഗനമാശ്രയം മേ. ചൈതന്യമായി തീർന്നു ജഡങ്ങളെല്ലാം സംഗീതമായി പരുഷാക്ഷരങ്ങൾ. പൊന്നായി ജീവന്റെ ഇരുമ്പുദേഹമേതൊന്നിലാ സ്പർശരസം സഹായം. വേദാന്തമാം പൊന്മണി നാക്കുനീട്ടി നോക്കിയിട്ടു നക്കാൻ കഴിയാതെ എന്തോ അമ്പാടിയിൽ പൈക്കൾ നുണച്ചു നക്കിയുച്ചിഷ്ടമായി തീർന്ന രസം സഹായം. കൂപ്പുന്നു ഞാൻ പ്രേമ മഹാസമാധി ദൃഷ്ടിക്കു കാണുന്ന വിധത്തിലേതോ പൂരപ്പറമ്പിൽ സതതം കൊളുത്തി കത്തിച്ചിടും നീലനിലാത്തിരിക്കായി. മാലോകരേതൊന്നിലുറങ്ങിടുന്നു യോഗീന്ദ്രരേതൊന്നിലുണർന്നിടുന്നു.
ശ്രീരാധയെ തൊന്നിലണിഞ്ഞിടുന്നു ചന്തങ്ങള ശാന്തനിശയ്ക്കു കൂപ്പാം. സന്ധ്യയ്ക്കു ചന്ദ്രോദയവേളയിങ്കൽ ശ്രീരാധ കാളിന്തിയിൽ നിന്നു മന്ദം ഇന്ദ്രോപലക്കൽപ്പട കേറിടുമ്പോൾ കണ്ടമ്പരന്നോരഴകിന്നു കൂപ്പാം. താൻ തന്നെ തങ്കക്കുടമായ രാധസന്ധ്യയ്ക്കു തങ്കക്കുടമായി സഹർഷം യാതൊന്നിലേക്കാണമൃതം നിറപ്പാൻ പോകുന്നത കാന്തിധുനിക്കു കൂപ്പാം. ഏതെങ്കിലും മുക്കിലിരുന്നു രാധ രണ്ടിറ്റു കണ്ണീർ പൊഴിയുമ്പോഴേക്കും താഴേക്കു വീഴാതതു കയ്യിൽ വാങ്ങി സ്വാദോർത്തു നക്കുന്ന തൃഷയ്ക്കു കൂപ്പാം. കാളിന്തി തൻ വക്കിലൊരാൾ തറയ്ക്കലന്തിച്ചു കപ്പിൽ പുതുവെണ്ണിലാവിൽ പൂപ്പുഞ്ചിരിച്ചന്ദ്രിക ചിന്തി വംശിവായിക്കുമേതോ മഹിമയ്ക്കു കൂപ്പാം. കാശിക്കു പോമെന്നുടെ വണ്ടി വിഘ്നമായിടുമാപ്പീസിലിടയ്ക്കു നിന്നാൽ പെട്ടെന്നു പച്ചക്കൊടി വീശുമേതോ ഗാഡിൻ്റെ തൃക്കയ്യനു കൈതൊഴുന്നേൻ. സംസാരമാറ്റിലൊലിച്ചു പോകും ശരീരമാം വഞ്ചിയിൽ വാണു നിത്യം ഹൃൽഗ്രന്ഥിയാകുന്ന വിപഞ്ചിമീട്ടി വായിക്കുമ ഭാഗവതർക്കു കൂപ്പാം. ഏതുണ്ണി തൃക്കൈ വിരൽ കൊണ്ടു തൊട്ടാൽ ഈ 7 ലോകങ്ങളൊരേ ക്ഷണത്തിൽ ഈ 2 സപ്തസ്വരമായി മാറും അദിവ്യനാം ഭാഗവതർക്കു കൂപ്പാം. പൊന്മേനി തൻ ചിന്മയ കാന്തിപൂരമെങ്ങും തളിച്ചങ്ങനെ പണ്ടൊരിക്കൽ വൃന്ദാവനം ശീതളമാക്കിയോടി ക്രീഡിച്ച പച്ചപരമാർത്ഥമോർക്കാം. കാക്കട്ടെ അജ്ഞാനതമസ്സു പോലുമേതൊന്നിനെ ചെന്നു തൊടുമ്പോഴേക്കും പെട്ടെന്നു തങ്കപ്പൊടിയായി തിളങ്ങുമ സൂര്യകോടി പ്രഭപാദമൂലം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 983 ദിവസം കാവ്യകൗസ്തുഭം ഒട്ടൂറുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ അനാദിഭാഗ്യം എന്ന വിശേഷമായിട്ടുള്ള കവിതയുടെ ആദ്യത്തെ കുറച്ചു ഭാഗങ്ങൾ ഇന്ന് ചൊല്ലി സമർപ്പിച്ചു. അതിൻ്റെ ബാക്കി ഭാഗം നാളെ ചൊല്ലാമെന്നുദ്ദേശിക്കുന്നു. ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ യാത്രയിൽ ഇന്ന് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീമദ് ഭാഗവത സത്രത്തിൽ കാലത്ത് 11:30 മുതൽ 1 മണി വരെയുള്ള സമയത്ത് ഭഗവാന്റെ അപദാനങ്ങൾ പാടാൻ രാസലീലയും യുഗളഗീതവുമൊക്കെ ദശമസ്കന്ധത്തിലെ 29ാമത്തെ അധ്യായം മുതൽ 37 കൂടിയുള്ള അധ്യായങ്ങൾ 8 അധ്യായങ്ങൾ അനുസ്മരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു. മുമ്പ് പറഞ്ഞതാണ്, എങ്കിലും താല്പര്യമുള്ള ആളുകൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശസ്കന്ധ സാരമായിരിക്കുന്ന 12ാമത്തെ അധ്യായം, അതിൽ
38 ശ്ലോകം മുതലാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. മുചുകുന്ദനെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ മുചുകുന്ദൻ്റെ നേത്രാഗ്നിയിൽ യവനനെ നിഗ്രഹിച്ചതും ദ്വാരക നിർമ്മിച്ചതുമായിട്ടുള്ള രംഗങ്ങൾ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ഇനിയോ പിന്നീട് പറഞ്ഞു രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യദ്വിഷതോ ഹരേ ഹരസ്യ ദൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം. ശത്രുക്കളെ നശിപ്പിച്ചിട്ട് രുക്മിണിയെ വിവാഹം ചെയ്തത്. രുക്മിണി സ്വയംവരം അത്ഭുതകരമായ കല്യാണസ്വരൂപൻ്റെ കല്യാണകഥ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ 52, 53, 54 അധ്യായങ്ങളിലായി വളരെ വിസ്തരിച്ചു പറയുന്ന രുക്മിണി സ്വയംവരം. ജീവാത്മാവായിരിക്കുന്ന രുക്മിണി പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഏട്ടന്മാർ തടഞ്ഞിട്ടും മനസ്സാകുന്ന അച്ഛൻ തടഞ്ഞിട്ടും ഗുരുവാകുന്ന ആ ബ്രാഹ്മണൻ്റെ സഹായത്തോടു കൂടി പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേർന്നു. അതിന് അനുഗ്രഹം നൽകി പാർവതീ പരമേശ്വരന്മാർ. രുക്മിണി സ്വയംവര കഥ അങ്ങനെ നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും. ഏതൊരു ജീവനും ആഗ്രഹിക്കേണ്ടുന്നത് അതാണ്. ഭഗവാനെ രക്ഷിതാവായി കിട്ടണം, പതിയായി കിട്ടണം എന്ന് മോഹമുണ്ടാവുക. ആ മോഹം ആരുടെ അടുത്ത് അറിയിക്കാൻ ഏറ്റവും നല്ലത്? അത് ജഗദംബികയുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് രുക്മിണീ ദേവി പാർവതീദേവിയോട് പ്രാർത്ഥിച്ചത്, നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം എന്ന് പ്രാർത്ഥിച്ചു. സകല ദുഷ്ടരാജക്കന്മാരെയും തോൽപ്പിച്ച് ആ ഏട്ടൻ്റെ കൈക്കരുത്ത് കാണിച്ചുകൊണ്ട് രാമനും ആ രുക്മിണിയെ അപഹരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനും രുക്മിണീ കല്യാണത്തെ ഏറ്റവും ഗംഭീരാക്കി എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രമധ്യദ്വിഷതോ ഹരേ ഹരസ്യ ജൃംഭണം. പിന്നെയോ ഹരനെ ജൃംഭിപ്പിച്ചു. സാക്ഷാൽ മഹാദേവനെ മോഹാലസ്യപ്പെടുത്തി ഭഗവാൻ എന്ന് പറയുന്നു. എന്നിട്ടോ യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം. ബാണൻ്റെ, മഹാബലിയുടെ പുത്രനായ ബാണൻ, ആ ബാണൻ്റെ കൈകൾ വെട്ടിമുറിച്ചതായിട്ടുള്ള ഭഗവാന്റെ കഥ. മഹാദേവൻ്റെ ഭക്തനാണ് ബാണൻ. പക്ഷേ ആ ഭക്തന് അഹങ്കാരം വന്നപ്പോൾ മഹാദേവൻ്റെ സങ്കല്പമനുസരിച്ച് അവിടെ ചെന്ന് ആ ബാണനെ തോൽപ്പിച്ചു. അതിന് കാരണമായതെന്താ? ബാണപുത്രിയായിരിക്കുന്ന ഊഷയെ ഭഗവാന്റെ പൗത്രനായിരിക്കുന്ന അനിരുദ്ധൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്തു. ഊഷയുടെ ആഗ്രഹമനുസരിച്ചാണെങ്കിലും ബാണൻ്റെ അഹങ്കാരം കൊണ്ട് 1000 കൈകൾ മഹാദേവൻ നൽകി. ആ 1000 കൈകൾ മഹാദേവന് പൂജ ചെയ്യുന്നതിന് പകരം ആ മഹാദേവനെ പോലും പോരിന് വിളിക്കാവുന്ന തരത്തിലേക്ക് ബാണൻ്റെ അഹങ്കാരം ഉയർന്നപ്പോൾ അവിടെ ഊഷയും അനിരുദ്ധനും തമ്മിലുള്ള വിവാഹത്തിലൂടെ ആ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ആനന്ദസ്വരൂപനായ ഭഗവാൻ ആടിയ ലീല അതാണ് ബാണയുദ്ധത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. തൻ്റെ ശിഷ്യനായ ബാണൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്ന മഹാദേവൻ ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് വന്നപ്പോൾ ഉള്ളിൽ സന്തോഷിച്ചു, പുറത്ത് ശിഷ്യനെ രക്ഷിക്കാനെന്നുള്ള ഭാവേന ആ ശിഷ്യൻ്റെ അഹങ്കാരത്തെ തീർക്കാനെന്നുള്ള മോഹത്തോടുകൂടി യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഹരിശങ്കര സംഗ്രാമം അവിടെ ഉണ്ടായി എന്നാണ്. ഹരിശങ്കര സംഗമം അത് നമ്മൾ അഷ്ടമസ്കന്ധത്തിൽ കേട്ടു ഇല്ലേ? ശങ്കരമോഹനം എന്നുള്ള രീതിയിൽ ഇവിടെ സംഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് മഹാദേവനെ മോഹാലസ്യപ്പെടുത്തി ഭഗവാൻ അനക്കമില്ലാത്തവനാക്കി മാറ്റിയത്. ദൃംഭണാസ്ത്രം പ്രയോഗിച്ചു. ഹരസ്യ ദൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം. ബാണൻ്റെ കൈകൾ 1000 കൈകളിൽ 4 കൈകൾ മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം മുറിച്ച് താഴെയിട്ടു. പിന്നെയോ പ്രാഗ്ജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചെയ്യൽ ചൈദ്യ പൗണ്ഡ്രകസാല്വാനാം ദന്തവക്ത്രസ്യ ദുർമതേ. പ്രാഗ്ജ്യോതിഷം എന്നു പേരുള്ള രാജ്യത്തിൻ്റെ അധിപൻ നരകാസുരൻ. ആ നരകാസുരൻ്റെ പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി മാറ്റി. ബാണൻ്റെ കൊട്ടാരത്തിൻ്റെ പേരാണ് ശോണിതപുരം.
ഇവിടെ പ്രാഗ്ജ്യോതിഷപുരത്തെ രക്തക്കളമാക്കി മാറ്റി ഭഗവാൻ. കാരണം എന്താ? ആ ദുഷ്ടൻ നിരവധിയായിരിക്കുന്ന രാജകുമാരിമാരെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയിരിക്കുന്നു. ദേവേന്ദ്രൻ്റെ അമ്മയായ അതിഥിയുടെ കുണ്ടലങ്ങളും വെൺകൊറ്റക്കുടയും ഒക്കെ അപഹരിച്ചിരിക്കുന്നു. അവനെ നിയന്ത്രിക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. കാരണം താൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ ഭൂമിദേവിയിൽ തനിക്കുണ്ടായ പുത്രനാണ് ഭൗമാസുരൻ. ഭൂമിയുടെ പുത്രൻ ഭൗമൻ, നരകാസുരൻ എന്നറിയപ്പെടുന്ന ഇവൻ. അവനെ നിയന്ത്രിക്കാൻ, അവനെ നിഗ്രഹിക്കാൻ തനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു വരം കൂടി കിട്ടിയതുകൊണ്ട് അവൻ കുറച്ച് അഹങ്കാരിയാണ്. നോക്കൂ, രുക്മിണിയുടെ വിവാഹത്തിൻ്റെ കഥ പാടിയതിനു ശേഷം സൂതപൗരാണികൻ പിന്നെ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ തടവിൽ കിടന്നിരുന്ന 16,108 പേരെ വിവാഹം ചെയ്ത കഥയാണ് പറഞ്ഞത്. അതിനിടയിൽ മറ്റു പത്നിമാരെ വിവാഹം ചെയ്ത കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ സൂചിപ്പിച്ചതേയില്ല എന്ന് പറയുന്നു. സാക്ഷാൽ സത്യഭാമ, അതേപോലെ തന്നെ ജാംബവതി, കാളിന്തി, സത്യ, ഭദ്ര, മിത്രവിന്ദ, ലക്ഷ്മണ എന്നീ 7 പേരെ വിവാഹം കഴിച്ചതും നമുക്ക് ഇത്തരുണത്തിൽ സ്മരണീയമാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പ്രാഗ്ജ്യോതിഷപതിയെ നിഗ്രഹിച്ച കന്യകകളെ സ്വന്തമാക്കി. ചൈദ്യ പൗണ്ഡ്രകസാല്വാനം ദന്തവക്ത്രസ്യ ദുർമതേ. അപ്പോൾ ശിശുപാലൻ, പൗണ്ഡ്രകൻ, സാല്വൻ, ദുർബുദ്ധിയായ ദന്തവക്ത്രൻ, ശംബരൻ, ദ്വിവിധൻ, പീഠൻ, മുരൻ, പഞ്ചജനൻ ഇവരുടെ പരാക്രമത്തെ വർണ്ണിച്ചു. അവരെയൊക്കെ ഭഗവാൻ പലപ്പോഴായി നിഗ്രഹിച്ചതും ഇത്തരുണത്തിൽ ഒന്ന് ഓർമ്മിപ്പിച്ചു. പിന്നെയോ ആ കാശീപുരിയുടെ ദഹനം, ഇതൊക്കെ 10ാമത്തെ സ്കന്ധത്തിൽ വർണ്ണിച്ചേക്കുന്നതാണ്. അതിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെയോ ഭാരാവതരണം ഭൂമേർ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാര സ്വകുലസ്യ ച. അപ്പോൾ ശംബരൻ, ദ്വിവിധൻ, പീഠൻ, മുരൻ, പഞ്ചജനാദയ, പഞ്ചജനൻ തുടങ്ങിയവരെയൊക്കെ വധിച്ചതും അവരുടെ പരാക്രമം, അവരുടെ മാഹാത്മ്യത്തെ വർണ്ണിച്ചതും, അതേപോലെ തന്നെ വാരാണസ്യാശ്ചദാഹനം, വാരാണസി കാശീപുരിയെ അഗ്നിക്കിരയാക്കിയതും പറഞ്ഞതിന് ശേഷം പറഞ്ഞു പാണ്ഡവന്മാരെ നിമിത്തമാക്കിയിട്ട് നിമിത്തീകൃത്യ പാണ്ഡവാൻ ഭാരാവതരണം ഭൂമേർ, ഭൂമിയുടെ ഭാരം കുറയ്ക്കുകയാണ്. ഭൂമിക്ക് ഭാരമായിരുന്ന ദുഷ്ടരാജാക്കന്മാർ, അവരെ മുഴുവൻ കൊല്ലാൻ ഭഗവാൻ ഒരു സൂത്രം കാണിച്ചു. അതാണ് കുരുക്ഷേത്ര യുദ്ധം. 18 അക്ഷൗഹിണി സൈന്യം തകർക്കപ്പെട്ട അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. അപ്പോൾ ദശമത്തിൽ എത്ര കഥകൾ ഉണ്ടായിരുന്നു അത് ഒന്ന് ചുരുക്കി പറഞ്ഞു. പിന്നെ ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. വിപ്രശാപാപദേശേന സംഹാര സ്വകുലസ്യ ച. വിപ്രശാപത്തിലൂടെ തൻ്റെ വംശത്തെ തന്നെ, സ്വവംശത്തെ, യദുകുലത്തെ, ബ്രാഹ്മണശാപം എന്നുള്ള വ്യാജജ്ഞ അവരെ ഇല്ലാതെയാക്കി ഭഗവാൻ എന്നാണ്. യാദവ വംശനാശത്തിന് ഭഗവാന്റെ ഇച്ഛയാണ്. കാലരൂപ്യ അന്വമോദത എന്നാണ് ഭാഗവതം ആ സന്ദർഭത്തിൽ പറയണത്. അപ്പോൾ ബ്രാഹ്മണശാപം അത് കേവലം ഒരു നിമിത്തം മാത്രമാണ്, അതിന് കാരണം ഭഗവാന്റെ സങ്കല്പമാണ് എന്നും അവിടെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം പിന്നെ ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ചാത്ഭുത യത്രാത്മവിദ്യാ ഹ്യഖില പ്രോക്ത ധർമ്മവിനിർണയ. അങ്ങനെ ഉദ്ധവനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണം, ഉദ്ധവഗീത എന്നറിയപ്പെടുന്ന ഭാഗം. ഭഗവത്ഗീത അർജുനന് ഭഗവാൻ നൽകിയ ഉപദേശമാണ്. അവിടെ ഭഗവാന്റെ പേരിലാണ് ഗീത അറിയപ്പെടുന്നത്. ഇവിടെ ഭക്തനായ ഉദ്ധവൻ്റെ പേരിൽ അറിയപ്പെടുന്നു ഈ ഗീത. അത് ഉദ്ധവഗീത. അതിൽ തന്നെ ദത്താത്രേയ ഗീത, ഹംസഗീത, ഐളഗീത, ദ്വിജഗീത തുടങ്ങിയ ഉപഗീതകൾ വേറെയും ഉണ്ട്. അതൊക്കെ ഒന്ന് അനുസ്മരിച്ചു. പിന്നെയോ യത്രാത്മവിദ്യാഹ്യഖില പ്രോക്ത ധർമ്മവിനിർണയ. അപ്പോൾ ഉദ്ധവനും ഭഗവാനും തമ്മിലുണ്ടായ അത്ഭുതകരമായ സംഭാഷണം, അതിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴികൾ, വർണ്ണാശ്രമധർമ്മം, അതൊക്കെ വേണ്ടതുപോലെ
നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നു. പിന്നീട് ഏകാദശ സ്കന്ധത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. തതോ മർത്യപരിത്യാഗ ആത്മയോഗ അനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലൗ നൃണാമുപപ്ലവാം. ദ്വാദശ സ്കന്ധത്തിലേക്ക് കടക്കണു, ഏകാദശ സ്കന്ധം അവസാനിപ്പിക്കുന്നു. ഏകാദശത്തിൻ്റെ അവസാനത്തിൽ എന്താ? മർത്യപരിത്യാഗ, ഭഗവാൻ തൻ്റെ കപട മനുഷ്യ ശരീരത്തെ ഉപേക്ഷിച്ചു. എങ്ങനെ? ആത്മയോഗാനുഭാവത, ആത്മയോഗാഭ്യാസം കൊണ്ട് തൻ്റെ ശരീരത്തെ ഭഗവാൻ ഉപേക്ഷിച്ചു. പിന്നീടോ ദ്വാദശ സ്കന്ധത്തിൽ പറയുന്നു യുഗങ്ങളുടെ ലക്ഷണം, അതിനനുസരിച്ചുള്ള ആളുകളുടെ പ്രത്യേകത, കലിയുഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശം. ഇതിനെയൊക്കെയാണ് അവിടെ സൂചിപ്പിച്ചത് എന്ന് പറയുകയാണ്. ആ ഒരു ഭാഗത്തോടുകൂടി 43-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. 44-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് നാളെ ആരംഭിക്കാം. അപ്പോഴാണ് ആ ഭാഗവത സ്കന്ധങ്ങൾ 12 സ്കന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണരെ, നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചത് അത് മുഴുവൻ ആ ലീലാവതാര കർമ്മങ്ങൾ, ഭഗവാന്റെ ലീലകൾ ഭാഗവതത്തിൻ്റെ എല്ലാ ഭാഗത്തും കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളിനി നാളെ തുടങ്ങുക. അതിന് ഭഗവാൻ ശക്തിയും ഭക്തിയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്ന് 11:30 മുതൽ 1 മണി വരെ നടക്കുന്ന തിരുവമ്പാടി സത്രവേദിയിലേക്ക്, രാസലീല പ്രഭാഷണ രംഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു.
കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ
സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.